വേടൻ പ്രതിയായ ബലാത്സംഗ കേസിൽ അന്വേഷണം ആരംഭിച്ച തൃക്കാക്കര പോലീസ് ഇന്നലെ പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരുന്നു. രഹസ്യമൊഴിയുടെ പകർപ്പ് കൂടി ലഭ്യമായ ശേഷം വേടനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനാണ് നീക്കം. അതേസമയം വേടൻ ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കും എന്നാണ് വിവരം. വിവാഹ വാഗ്ദാനം നൽകി 2021 മുതൽ 2023 വരെ 5 തവണ പീഡിപ്പിച്ചു എന്നാണ് പരാതി. റാഫി കരീം ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. റാഫി, ഇന്നലെ പരാതിക്കാരിയുടെ അഭിഭാഷക പറഞ്ഞ ഒരു കാര്യമുണ്ട്. കൂടുതൽ ഈ മാധ്യമങ്ങളൊക്കെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവരുടെ പ്രൈവസി, സ്വകാര്യത, അത് നശിപ്പിക്കാത്ത രീതിയിലാകണം എല്ലാ കാര്യങ്ങളും. കാര്യം നല്ല രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ചിലയിടങ്ങളിൽ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ രീതിയിൽ തന്നെ വേണം എന്നാണ് തോന്നുന്നത്. ഇന്നിപ്പോൾ ഏതെല്ലാം രീതിയിലാണ് ഈ നിയമ നടപടി പോവുക? തീർച്ചയായും ഇന്നിപ്പോൾ വേടന്റെ ഭാഗത്തു നിന്ന് ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. അത് പരിഹരിച്ചതിന് ശേഷം റാഫിയിലേക്ക് എത്താം. റാപ്പർ വേടൻ പ്രതിയായ ബലാത്സംഗ കേസിൽ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ് തൃക്കാക്കര പോലീസ്. ഇന്നലെ പരാതിക്കാരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയതിന് പിന്നാലെ വേടനെ ചോദ്യം ചെയ്യാനുള്ള നീക്കങ്ങളിലേക്ക് പോലീസ് കടക്കുന്നുണ്ട്. രഹസ്യമൊഴിയുടെ പകർപ്പ് കൂടി ലഭ്യമായ ശേഷം വേടനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക എന്നുള്ളതാണ് പോലീസിന്റെ നീക്കം. കേസ് കോഴിക്കോട്ടേക്ക് കൈമാറുമോ എന്ന കാര്യത്തിലടക്കം ചോദ്യങ്ങൾ ബാക്കിയാണ്. അതേസമയം വേടൻ ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ സമർപ്പിക്കും എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഗുരുതരമായ ആരോപണമാണ് വേടനെതിരെ ഇങ്ങനെയൊരു പരാതിക്കാരി ഉയർത്തിയിരിക്കുന്നത്. വിവാഹ വാഗ്ദാനം നൽകി 2021 മുതൽ 2023 വരെ 5 തവണ പീഡിപ്പിച്ചു എന്നുള്ള പരാതിയാണ് ഉയർന്നിരിക്കുന്നത്. പരാതിയിൽ പറയുന്ന ആദ്യ പീഡനമുണ്ടായിരിക്കുന്നത് കോഴിക്കോട് വെച്ചാണ്. അതുകൊണ്ട് കേസ് കോഴിക്കോട്ടേക്ക് കൈമാറുമോ എന്ന കാര്യത്തിലൊക്കെ സംശയം നിലനിൽക്കുന്നുണ്ട്. റാഫി കരീം കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി തുടരുന്നുണ്ട്. റാഫി, തുടരാം. റാഫി, ഇന്ന് വേടന്റെ ഭാഗത്തു നിന്ന് പ്രധാനമായും പ്രതീക്ഷിക്കുന്നത് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകാനുള്ള നീക്കമാണ്. ഈ കേസ് ശബ്ദത്തിൽ എന്തോ തകരാറുണ്ട്, സാങ്കേതിക തടസ്സമാണെന്നാണ് മനസ്സിലാക്കുന്നത്. പരിഹരിച്ചതിനു ശേഷം റാഫി വീണ്ടും നമുക്കൊപ്പം ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൊച്ചിയിൽ നിന്നാണ് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.